കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ചയായിക്കൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു നമ്മുടെ രേണു സുധിയുടെ വീടിന്റെ അവസ്ഥയെക്കുറിച്ചും നമ്മുടെ സുധിച്ചേട്ടന്റെ ട്രോഫിയൊക്കെ കട്ടിലിന് കീഴെ എന്തോ അരിച്ചാക്കോ എന്തോ ഏത് സിമെന്റ് ചാക്കോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഏതോ ചാക്കിനകത്തെല്ലാം പൊതിഞ്ഞ് ഇങ്ങനെ കെട്ടി അതിന്റെ അടിയിൽ കൊണ്ട് വെച്ച കാര്യമൊക്കെ പറഞ്ഞ് ഭയങ്കര ചർച്ച നടക്കുകയായിരുന്നല്ലോ. ശരിക്കും നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നറിയാവോ? ഈ കിച്ചു എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് തോന്നുന്നു അവിടെ തലേ ദിവസം ചെന്നിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ ആ രേണുവിന്റെ വീട്ടിൽ നിന്ന് ആരോ ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ടേ. ഒരു നൈറ്റിയൊക്കെ ഇട്ടൊരു ചേച്ചി വന്ന് പറയുന്ന കാര്യം കേട്ടതാണേ. എടാ നമ്മുടെ ഋതപ്പനോട് പറയുകയാണേ, ഋതപ്പ ഇന്നലെ വന്ന ചേട്ടായി ഇതേ വീണ്ടും വന്നെന്ന് പറയുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് ആ കിച്ചു എന്ന് പറഞ്ഞ വ്യക്തി അവിടെ ഏതോ ദിവസം കഴിഞ്ഞ ദിവസം ചെന്നിട്ടുണ്ടായിരുന്നു. ചെന്നപ്പോൾ അവരുടെ ഇടപെടലും ഡീലിങ്സും ഒക്കെ അവൻ അത്ര ഇഷ്ടപ്പെട്ട് കാണത്തില്ല. അതുപോലെ തന്നെ അവിടെ എല്ലാം ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കുന്നതും അവന് ചിലപ്പോൾ ഒരു റൂം അവിടെ അവൻ്റെതായ ഒരു റൂമൊക്കെ ഇവർ കയ്യേറി കാണും. അതുപോലെ തന്നെ അവന് മനസ്സിലായി കാണും ഈ ട്രോഫിയൊക്കെ രേണുവിൻ്റെ ട്രോഫിയൊക്കെ എടുത്ത് മേളി വെച്ചേക്കുന്നു എന്നൊക്കെ അവൻ എന്തെങ്കിലും ഒരു വിഷമം അതിന്മേൽ ഉണ്ടായിട്ട് മാത്രമായിരിക്കും അവരെ പെട്ടെന്ന് എന്നിട്ടൊരു വീഡിയോ എടുത്ത് അവർ ഇപ്പം നമുക്കൊക്കെ ഇതെല്ലാം കാണിച്ചു തന്നെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അവർ പറയുന്നു ഇന്നലെ വന്ന ചേട്ടായി വീണ്ടും വന്നു. ഇന്നലെ വന്ന ചേട്ടായി ആരാണ്? കിച്ചൂനി തന്നെ അത്ര പരിചയമില്ലാത്തതാണോ അങ്ങനെ ചേട്ടായി എന്നൊക്കെ പറയുവാൻ? ഓക്കെ, ചേട്ടായി എന്ന് കൊച്ചിനോട് പറയാം. പക്ഷേ സാധാരണ രീതിയിൽ ഒരു മനുഷ്യൻ പറയുമ്പോൾ ആ രീതിയിലല്ലല്ലോ സംസാരിക്കുന്നത്. മോനെ ചേട്ടായി വന്നെന്നല്ലേ പറയത്തുള്ളൂ, അല്ലാതെ ഇന്നലെ വന്നെന്നൊന്നും ആരും എടുത്തു പറയാൻ നിൽക്കത്തില്ലോ. അതുപോലെ തന്നെ കിച്ചു പറയുന്ന ഓരോ വേർഡ്സും അതിനകത്ത് ഓരോ സെന്റൻസും ഭയങ്കര അർത്ഥവത്വമാണ് ഈ വീഡിയോയ്ക്കകത്തെ. അതെന്നു വെച്ച് കഴിഞ്ഞാൽ കിച്ചു ചോദിക്കുന്നു, നീ എത്രയല്ല പഠിക്കുന്നത്? നമ്മൾ വെറുതെക്കാർ വെളിയിൽ നിന്ന് ചോദിക്കുന്നത് പോലൊരു സംസാരമാണ് കിച്ചു ചോദിക്കുന്നത്. എന്തൊക്കെ അതിനകത്ത് ഹൈഡായിട്ട് കിടപ്പുണ്ട്. കിച്ചുവിന് എന്തോ കാര്യമായി വിഷമമുണ്ട്. ഇവരിൽ നിന്നൊക്കെ എന്തോ ഒരു ഡിസ്കംഫേർട്ട് ആ കൊച്ചിന് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രേണു ഈ കാണിക്കുന്നതൊന്നും കിച്ചുവിന് എത്ര ഇഷ്ടമാണോ നമുക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ വന്ന ഉടനെ അവർ പറയുന്നതാണ് നമുക്ക് വെളിയിൽ പോയി ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറയുന്നു. അപ്പം പെട്ടെന്ന് തന്നെ അവിടുന്ന് ഒരു ചായ കുടിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിക്കുന്നതായിട്ടോ ഒന്നും നമ്മൾ കണ്ടില്ല. വെളിയിൽ പോയി കൊച്ചിന് ഫുഡൊക്കെ മേടിച്ച് കൊടുക്കുകയും അവൻ സന്തോഷത്തോടെ പോകുന്ന നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഈ ട്രോഫിയൊക്കെ കാണിക്കാൻ നേരം തൊട്ടു മുന്നേ ഈ കൊച്ചു പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ്റെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ തന്നെ നമ്മുടെ കിച്ചു പറയുന്നു അത് എൻ്റെ അച്ഛനാന്ന് പറയുന്നു. എങ്കിൽ നമ്മുടെ അച്ഛൻ എന്നല്ലേ പറയണ്ടേ? അവർ പറഞ്ഞു പഠിപ്പിച്ചവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു രണ്ട് ചേട്ടനും അനിയനും ആണെന്നുണ്ടെങ്കിൽ ആ കൊച്ചു കുഞ്ഞിൻ്റെ വായിൽ വരേണ്ടത് നമ്മുടെ അച്ഛനെ വരത്തുള്ളൂ. പക്ഷെ ആ കൊച്ചു പറഞ്ഞ എൻ്റെ അച്ഛൻ എന്നാണ്. അപ്പോൾ കിച്ചു എടുത്തു പറയുന്നത് എന്താണ്? അത് എൻ്റെ അച്ഛനാന്ന് പറയുന്നു. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. കാരണം കിച്ചുവിനെ സംബന്ധിച്ച് കിച്ചുവിനും അപ്പനും ഇല്ല അമ്മയും ഇല്ല. പിന്നെ കിച്ചു നിൽക്കുന്നത് കൊല്ലത്ത് മാത്രമാണ്. കിച്ചുവിന് ശരിക്കും പറഞ്ഞാൽ സ്നേഹവും ലാളിത്യവും ഒക്കെ കിട്ടുന്നത് ഈ കൊല്ലത്തൂന്നായിരിക്കും. അല്ലെ പിന്നെ എന്തുകൊണ്ടാണ് കിച്ചു ഇവിടെ നിൽക്കത്തൊന്നുമില്ല? പഠനത്തിന്റെ കാര്യവും പറഞ്ഞ് കിച്ചു ഇപ്പോൾ അവിടെ തന്നെ നിൽക്കുക ആണല്ലോ. അപ്പം ശരിക്കും ഇവിടെ നിൽക്കേണ്ട ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കിച്ചുവിന് ആരുണ്ട്? രേണു ഇങ്ങനെ ജോലിക്ക് പോകുമല്ലേ, അപ്പോഴത്തേക്കിന് വലിയ വലിയ ജോലികളല്ലേ. പിന്നെ പോട്ടെ, ഇവിടെ രേണുവിന്റെ ബന്ധുക്കളേ ഉള്ളൂ. പിന്നെ കിച്ചുവിനെ ആര് മൈൻഡ് ചെയ്യാനാ? കിച്ചുവിനെ ആര് നോക്കും? അപ്പൊ കിച്ചു എത്രയും നല്ലതായിട്ട് കൊല്ലത്ത് പോയത് എത്രയും നന്നായി. അവിടെ ആ സുധിയുടെ ചേട്ടനും ഭാര്യയും അമ്മയൊക്കെ കിച്ചുവിനെ എത്ര നന്നായിട്ടായിരിക്കും നോക്കുന്നത് അല്ലേ? അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഇതെല്ലാം? രേണു പറയുന്നു അയ്യോ എൻ്റെ മൂത്ത മോൻ, അയ്യോ എൻ്റെ മോൻ. ഇന്ന് വരെ നമ്മൾ ആരും കണ്ടിട്ടുണ്ടോ ഈ മൂത്ത മോൻ ഒരു ചായ കൊടുത്തോ? അല്ലെങ്കിൽ ഇപ്പം ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇപ്പം ഇത്രയും കാലമായി നമ്മൾ രേണുവിനെ ഡെയിലി കാണുന്നുണ്ട് ഈ വീഡിയോയിലൂടെ. ഏതെങ്കിലും ഒരു ദിവസം ഈ രേണുവും ഈ കിച്ചുവും ഇവരൊക്കെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ രേണു എന്താ ഈ വിളിച്ചു പറയുന്നത്? ആ കൊച്ചിൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ടെന്ന് സാധാരണപ്പെട്ട പബ്ലിക്കിലുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ കൊച്ചിന് മനസ്സിലായി അതിൻ്റെ അച്ഛൻ്റെ ട്രോഫിയൊക്കെ എന്തുകൊണ്ടാണ് ആ കൊച്ചു പെട്ടെന്ന് ആ ട്രോഫിയൊക്കെ അടിയിലത്തെ കൊണ്ട് കാണിക്കുന്നു. ഏതായാലും അവർ പറയുന്നു ഋതപ്പൻ ട്രോഫി എടുത്ത് കളയുമെന്ന് മേളി വെച്ചാൽന്ന്. താഴെ വെച്ചാൽ കൊച്ചിനെടുത്ത് പൊട്ടിക്കാൻ വയ്യേ? അതും വെറും എന്തോ നമ്മൾ ഈ അരിയൊക്കെ കിട്ടുന്ന ഒരു ചാക്കുണ്ടല്ലോ, ഈ ഇത്ര കിലോ അരി മേടിക്കുന്ന ഒരു ചാക്കിനകത്താക്കി ഇങ്ങനെ കയറ്റി വെച്ചേക്കും. അത് ശരിക്കും സങ്കടം തോന്നി. ആ അടിയിരിക്കുന്ന ആ ട്രോഫിക്ക് ഇവർ എന്ത് വാല്യൂ കൊടുത്തു? ഇവർ പറയുന്നത് തെറ്റും വളരെ ഉടായിപ്പുവാ. കാരണം നമ്മളെ സംബന്ധിച്ച് ഒരു ട്രോഫി, ഒരു വീട്ടിലൊരു എത്ര ട്രോഫി ഉണ്ടോ അത്രയും ട്രോഫി നമുക്ക് എന്നാ വില വേണം? നമുക്ക് ഏതെങ്കിലും ഒരു അല്ല തന്നെ ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു നമ്മൾക്കിപ്പോൾ ഒരു അലമാരി ഉള്ളെന്ന് അവർ പറയുന്നുണ്ട്. ആ അലമാരിയുടെ ഏതെങ്കിലും ഒരു കോർണറിനകത്ത് ഒരു തുണി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ ട്രോഫി എടുത്ത് ഒരു നമുക്കൊരു അതിനകത്തൊരു സംഭവത്ത് വെക്കാൻ വയ്യേ? അല്ലേ? അവിടെ അന്നേരം അടച്ചു വെച്ചാൽ മതി. കൊച്ചു ഒരിക്കലും എടുക്കാൻ വരത്തില്ല. അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ വീടിന് എല്ലാം ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഒരു വ്യക്തിയോട് സ്നേഹമുണ്ടെങ്കിൽ
ആദ്യമായിട്ട് ആ വ്യക്തി ചെയ്യുന്ന പണി എന്തെന്നറിയാവോ? നമുക്ക് എത്ര രൂപ കിട്ടിയില്ലെങ്കിലും, നമുക്ക് എത്ര ബുദ്ധിമുട്ടാണേലും, നമ്മൾ ആ സാധനം വെക്കാൻ, അവരുടെ ട്രോഫികളും അവരുടെ കാര്യങ്ങളും ഒക്കെ വെക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മളെ എങ്ങനെയെങ്കിലും നമ്മുടെ ഒരു പഴയ ഡെസ്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും നമ്മുടെ അടുത്ത് അറേഞ്ച് ചെയ്ത് അവിടെ വെക്കും. മനസ്സിലായോ? പുതിയ വീടാണ്, പഴയ സാധനങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കാതിരിക്കുവോ? തീർച്ചയായിട്ടും നമ്മൾ ഏതിൻ്റെയെങ്കിലും പുറത്ത് നമ്മൾ ഒരിക്കലും ആരും ഒരാളുടെ സാധനം നമുക്കൊരു ചാക്കിൽ കെട്ടി കട്ടിലിനടി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആ വ്യക്തിയെ നമ്മൾ ഉപേക്ഷിച്ചെന്നാണ് അതിൻ്റെ അർത്ഥം. ഓ, ഇനി എന്തിനാ, ഈ വ്യക്തി ഇല്ലല്ലോ, ഇവന് ഇവരുടെ സാധനം എന്തിനാന്നൊരു തോന്നൽ ഒരു മനസ്സിലുണ്ട്. ഒരിക്കലും ആ പുള്ളിക്കാരി ന്യായീകരിക്കാൻ പറ്റത്തില്ല. കാരണം ആ പുള്ളിക്കാരിക്ക് ഒരു ശകല സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ ട്രോഫി ഒരു ചാക്കിനകത്ത് ഒരിക്കലും അങ്ങനെ ആക്കത്തില്ല. അത് എവിടെങ്കിലും വേറെ എവിടെ, ഒരു വീടിനകത്ത് വേറെ ഒരു സ്ഥലവും ഇല്ലേ? അങ്ങനെ അങ്ങ് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ അംഗീകരിച്ചു കൊടുക്കും? ഒരു വീടിനകത്ത് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയ ടേബിൾ നമുക്കൊക്കെ മേടിക്കാൻ പറ്റും. ഏതായാലും അവർ ഇത്രയും കഷ്ടപ്പെടാനൊക്കെ അവരുടെയൊക്കെ പോകുന്നുണ്ടല്ലോ, അല്ലേ? അപ്പോൾ അവർക്ക് അവരുടെ വീട്ടിൽ ഒരു ടേബിളും ഇല്ല. ഇതൊന്നും മനുഷ്യർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇവരുടെ വീട്ടിലുണ്ടല്ലോ, സുധി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇവരുടെ വീട്ടിലെ എല്ലാവരെയും നോക്കിക്കൊണ്ടിരുന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇതെന്തേലും ആട്ടെ, ഇനി അത് നമ്മുടെ ബാധിക്കുന്ന വിഷയമല്ല. നമ്മൾ പറയാൻ വരുന്നത്, ഈ ഋതപ്പൻ എന്ന് പറഞ്ഞ കുട്ടിയുണ്ടല്ലോ, അവൻ ശരിക്കും നല്ല ബുദ്ധിയൊക്കെ ഉള്ള ഒരു കൊച്ചാണ്, സ്മാർട്ടാണ്. അവൻ പറയുന്ന പല കാര്യങ്ങളും സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് നമുക്ക്. അവൻ ആ ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞൊരു കാര്യം എന്താണ്, എന്താണ് പറഞ്ഞത്, ഈ അമ്മ ചേട്ടന്റെ അമ്മയാണ്, അതൊക്കെ ആ കൊച്ചു പറയുന്നത് കേട്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കിച്ചു പറഞ്ഞായിരുന്നല്ലോ എൻ്റെ അച്ഛനാന്ന്. അപ്പോൾ അവൻ എന്തോ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് കണ്ടു. എന്തോ അവൻ എൻ്റെ അമ്മയുടെ ട്രോഫിയാന്ന് പറഞ്ഞ് കൊണ്ട് കാണിക്കുന്നതാണ്. നമ്മുടെ അമ്മയുടെ, നമ്മൾ അത്ര ഇതുണ്ടെങ്കിൽ ആ കൊച്ച് ഈ രേണു പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ കൊച്ചെ എൻ്റെ അമ്മ എന്ന് പറയാതെ ആ കൊച്ച് നമ്മുടെ അമ്മ, നമ്മുടെ അച്ഛൻ എന്ന് പറഞ്ഞേനെ. പക്ഷെ അവിടെ അങ്ങനെ ഒന്നും ആ കൊച്ചിൻ്റെ വായിൽ നിന്ന് വന്നില്ല. അതുപോലെ തന്നെ ആ കൊച്ചു ചോദിക്കുന്നു, ഈ വീട് നമ്മുടെ രണ്ടുപേരുടെയാണ്. എന്തൊക്കെ വീട്ടിലിങ്ങനെ പറഞ്ഞു അത് ആ കൊച്ചിൻ്റെ മനസ്സിൽ കയറിയിട്ട് ആ കൊച്ച് അതെല്ലാം രംഗത്ത് വിളിച്ച് പറയുന്നുമുണ്ട്. അല്ലെങ്കിൽ എന്തൊക്കെ കളികളുണ്ട് അവിടെ. അതിനുശേഷം ഈ നമ്മുടെ കിച്ചു കൊണ്ടുപോയി ചെരുപ്പ് മേടിച്ചു കൊടുക്കുന്നതും ഫുഡ് മേടിച്ചു കൊടുക്കുന്നതും കണ്ടോ, എന്തൊരു സ്നേഹമോ കിച്ചുവിനെ. എത്ര നിഷ്കളങ്കനായ ഒരു പയ്യനാണ് അവൻ, നമ്മളെല്ലാവരും മനസ്സിലാക്കുക. അതുപോലെ തന്നെ അവൻ ഈ വ്ലോഗ് ഇടുമ്പോൾ തീർച്ചയായിട്ടും അവൻ അറിയാം ഒരു നെഗറ്റീവ് വരും. പക്ഷെ അവൻ എന്നിട്ട് ഇതൊന്നും കട്ട് ചെയ്യാതെ ഇത് വ്ലോഗാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ജനങ്ങളെ ഇത് അറിയിക്കാൻ വേണ്ടി മാത്രം ചെയ്തതായിരിക്കാം. അവന് പറയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവനത് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ എല്ലാം തുണിയൊക്കെ വലിച്ചു വാരി ഇടുന്നതും അതൊക്കെ ആ എടുത്തെടുത്ത് അത് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ മനസ്സിൽ അതെല്ലാം സ്ട്രൈക്ക് ചെയ്തിട്ടാണ്. ചിലപ്പോൾ അവൻ അവിടെ ചെല്ലുമ്പോൾ അവന് ഇരിക്കാൻ പറ്റിയ റൂമോ അല്ലെ അവനൊരു കൂട്ടുകാരനോ ഒക്കെ ഉള്ളപ്പോഴേക്കും അവർക്കൊന്ന് ഇത്രയും ദൂരത്തുനിന്ന് അവിടെ ചെല്ലുമ്പോൾ അവർക്കൊന്ന് അവിടെ കയറി റെസ്റ്റ് എടുക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും അവിടെ കാണത്തില്ല. കൊല്ലത്തുനിന്ന് അവിടം വരെ ചെല്ലുമ്പോൾ ആരായാലും അടുത്തു പോകും. അപ്പോഴത്തേക്കിനും അവനും എൻ്റെ കൂട്ടുകാരൻ ഇച്ചേരം ഒന്ന് കുളിച്ച് ഫ്രഷായി ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള ടൈം ഒന്നും, അല്ലെങ്കിൽ ഒരു പ്രൈവസി, ആ റൂമിനകത്ത് ജസ്റ്റ് ഒന്ന് കിടന്നൊന്ന് റിലാക്സ് ചെയ്യാൻ, ഈ പറഞ്ഞ പോലെ ഒന്ന് ഉറങ്ങാൻ ഒന്നും അവിടെ സൗകര്യം കാണത്തില്ല. അതെല്ലാം ചിലപ്പോൾ ആ കൊച്ചിൻ്റെ മനസ്സിലുണ്ടായിരിക്കാം. പക്ഷെ അതിനൊന്നും ഇപ്പോൾ വിളിച്ചു പറയുന്നില്ല. എല്ലാം അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അല്ലെങ്കിൽ പിന്നെ എന്തിനാന്നേ അത് ഇങ്ങനൊരു വ്ലോഗ് ഏതായാലും ഇങ്ങനൊരു വ്ലോഗ് ഇടുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ എല്ലാവരും കുറ്റപ്പെടുത്തുന്നതിന് അറിയാം. ലാസ്റ്റ് അത് പല കാര്യങ്ങളും കഴിഞ്ഞ ശേഷം അത് പോവുക എന്ന് പറയുമ്പോൾ അവൻ്റെ അനിയനുണ്ടായ വിഷമവും നമ്മൾ കണ്ടു. പക്ഷേ ഈ കിച്ചു എന്ന് പറഞ്ഞ കുട്ടിയും വളരെ ബുദ്ധി ഉള്ളതാണ്. ഋതപ്പനും അതുപോലെ തന്നെ ബുദ്ധിയുള്ള ഒരു കുട്ടിയാണ്. ഋതപ്പൻ എന്ന് പറഞ്ഞ കുട്ടി രേണു പറയുന്നതാണ് ട്രോഫിയൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് അവൻ പൊട്ടിക്കും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു ഫോട്ടോ അവൾ കൊച്ച് എവിടുന്നെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് ആ കൊച്ച് അതുപോലെ തന്നെ ഫോട്ടോ ആ ജനലിൻ്റെ അകത്ത് കൊണ്ട് കയറ്റി വെക്കുന്നു. അതിന് എല്ലാ കാര്യങ്ങളും നല്ല അറിവുണ്ട്. അത് അതിന് അമ്മേനെ കല്യാണം കഴിച്ച കാര്യങ്ങളും അത് വയറ്റിൽ നിന്ന് വന്ന കാര്യങ്ങളും എല്ലാം അതെന്തോ പറയുന്നുണ്ട്. എന്തോ അവരുടെ വീട്ടിൽ ഇതൊക്കെ സംസാരിക്കുന്നതാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ എല്ലാം ആ കൊച്ച് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ആ കൊച്ച് നല്ല ബോൾഡായ നല്ല സ്മാർട്ടായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു കുട്ടിയാണെന്ന് നമുക്ക് തോന്നും, അല്ലേ? 5 വയസ്സേ ഉള്ളെങ്കിലും പക്ഷെ അത് അങ്ങനെയല്ല. അതിനോട് പൊട്ടിക്കരുതെന്ന് പറഞ്ഞാൽ അത് പൊട്ടിക്കാത്ത കൊച്ചാന്ന് നമുക്ക് തോന്നുന്നു. കാരണം അത് രേണുവിൻ്റെ ട്രോഫിയൊക്കെ എടുത്തിട്ട് കാണിച്ചിട്ട് 1 2 3 4 5 എന്ന് എണ്ണിയിട്ട് അതുപോലെ അതൊന്നും എടുത്ത് അടക്കളയത് അതുപോലെ തന്നെ അത് അവിടെ ഇരിക്കുവാണല്ലോ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ അതൊന്നും പുറത്തോട്ട് ഇപ്പം അവർക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പം കിച്ചുവിനെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരാൾ എതിർത്ത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കിച്ചു എന്ത് ചെയ്യുന്നു, ഇതെല്ലാം മൗനമായിട്ട് അങ്ങ് കൊണ്ടുപോവുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ വീട്ടിൽ വന്നിട്ട് അവൻ ആ ഒരു റൂമിനകത്ത് കയറി കിടക്കുന്നതോ അല്ലെ ഈ പറഞ്ഞ പോലെ ഒന്ന് റെസ്റ്റ് ചെയ്യുന്നതോ അല്ലെ ഒന്ന് ഫ്രഷ് ആകുന്നതോ ഒന്നും നമ്മൾ കണ്ടില്ല.
അങ്ങ് അല്ലെങ്കിൽ ഒരു കാപ്പി കുടിക്കുന്നതൊക്കെ അവർക്ക് വേണേൽ വ്ലോഗിൽ എടുക്കാം. പക്ഷെ അതൊന്നും കണ്ടില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളെല്ലാവരും കണ്ടത്. അതുകൊണ്ട് ഇതായിരിക്കണം ഒരു കിച്ചുവും തീർച്ചയായിട്ടും ഒരു ഒരു കൊച്ചിന് അപ്പനും അമ്മയും ഇല്ല. രണ്ടുപേരും ഇല്ലെന്നാവുമ്പോൾ എല്ലാവർക്കും ഒരു അനുകമ്പയും സ്നേഹവും ഒക്കെ അതിനോട് വരും. അത്രത്തോളമാണ് ഒരപ്പനും അമ്മയും ഇല്ലാതിരിക്കുന്ന കുട്ടികൾക്കല്ലേ അതിന്റെ വിഷമം എന്താണെന്ന് അറിയത്തുള്ളൂ. അതുപോലെ തന്നെ മറ്റേ കുട്ടിക്ക് അമ്മയുണ്ട്, അപ്പനില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവൻ ആ അപ്പന്റെ സ്നേഹം കൊടുക്കാനും കഴിയും.